ആരും കൊതിക്കുന്ന നിന്റെ ഈ മേനിയിൽ എന്നെ മയക്കിലെ കൺമണിയെ നാളെ കാണുമ്പോൾ പെണ്ണിനെ പുള്ളിമ പോലെ അഴക് അതേ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ നെഞ്ചിലേറ്റിയ രേണു സുധി നടിയും നർത്തകിയും ഗായികയും മോഡലും എഞ്ചിനീയറും എയർ ഹോസ്റ്റസും ഒപ്പം തന്നെ നഴ്സും ബിഗ് ബോസ് താരവും മലയാളികളുടെ തമന്ന എന്നും വിളിപ്പേരുള്ള രേണു സുധിയുടെ ഏറ്റവും പുതിയ ആൽബം. ഈ ആൽബവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ആൽബത്തിൽ അശ്ലീല രംഗങ്ങൾ ധാരാളമുണ്ട്, ആൽബത്തിന്റെ മറവിൽ ഏപ്പടം ചിത്രീകരിച്ചു എന്നൊക്കെയുള്ള വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അത്തരം സീനുകളൊന്നും തങ്ങളുടെ ആൽബത്തിൽ ഇല്ലെന്ന് പിന്നീട് ഡയറക്ടർ അടക്കമുള്ള RJ ലച്ചു എന്ന് പറയുന്ന പ്രമുഖ ഡയറക്ടർ അടക്കം പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ആൽബം പുറത്തിറങ്ങിയിരിക്കുന്നു. അതെ, കള്ള് ഷാപ്പിലെ പെണ്ണുപിടി, കള്ള് ഷാപ്പിലെ പെണ്ണും കുപ്പിയും കള്ളും കുപ്പിയും എന്ന ആൽബം പുറത്തിറങ്ങിയിരിക്കുന്നു. മലബാർ പെട്ടിക്കട എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. അതേ, റിലീസിന് മുമ്പ് തന്നെ ധാരാളം വിവാദങ്ങളിൽ കേസുകളിൽ അടക്കംപ്പെട്ട ഒരു ആൽബം തന്നെയാണിത്. 6ഓളം കേസുകൾ നിലവിൽ ഈ ആൽബത്തിലെ താരങ്ങൾ, പ്രധാന താരമായ രേണു സുധി അടക്കമുള്ള ആളുകൾക്കെതിരെയുണ്ട്. ഏത് നിമിഷവും പ്രധാന താരങ്ങൾ അടക്കമുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ ആൽബം പുറത്തു വന്നിരിക്കുന്നു. ഈ ആൽബത്തെ കുടുംബ പ്രേക്ഷകർ പതിവ് പോലെ നെഞ്ചിലേറ്റുമോ അറിയേണ്ടതുണ്ട്. വളരെ വിശദമായി തന്നെ പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. ഫേസ്ബുക്കിൽ കാണുന്ന പഹയമാർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായും ശ്രദ്ധിക്കുക. കൊണ്ടാടി കൊണ്ടാടി കള്ളും കുപ്പിയൊന്ന് കൊണ്ടാടി 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 കള്ളും കുപ്പിയൊന്ന് കൊണ്ടാടി. അതേ, ലക്ഷണം കണ്ടിട്ട് പതിവ് പോലെ കുടുംബങ്ങൾക്കും കുട്ടികൾക്കും കാണാൻ പറ്റുന്ന കള്ളുഷാപ്പിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു അതിമനോഹരമായ ആൽബം തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദാസേട്ടൻ എന്ന് പറയുന്ന പഹയനാണ് പ്രധാന ഹീറോ. നടിയായി താരം, അതേ പ്രമുഖ താരം നമ്മൾ നെഞ്ചിലേറ്റിയ രേണു സുധി എത്തുന്നു. അതായത് സമ്പൂർണ്ണ മദ്യപാനികളുടെ ഒരു കൂത്തരങ്ങാണ് പിന്നീട് കാണുന്നത്. ദാസേട്ടൻ എന്ന് പറയുന്ന പഹയൻ കള്ള് കൊണ്ട് നായികയായ പ്രമുഖ നടിക്ക് കൊടുക്കുന്നു. കള്ള് വാങ്ങി പോകുമ്പോൾ തന്നെ നായികയും നായകനും തമ്മിൽ കണ്ണുടക്കുന്നു. വലിയ രീതിയിലുള്ള ഒരു പ്രേമത്തിന്റെ ആലസ്യത്തിലേക്ക് അവർ ഓൺ ദ സ്പോട്ടിൽ വഴുതി വീഴുന്ന ഒരു അവസ്ഥയാണ്. അതിനുശേഷം പിന്നീട് കാണുന്നത് പ്രതീഷ് എന്ന് പറയുന്ന പഹയൻ അടക്കമുള്ള ചില തൈക്കളവന്മാരടക്കം കള്ള് കുടിച്ച് ഉന്മാദാവസ്ഥയിലേക്ക് പോകുന്ന സീനുകളാണ്. തന്നിന്നെ 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 താനേ തന്നാനേ തന്നെ തന്നാന തന്നാനേ തന്നെ തന്നാന തന്നിന്നെ 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 താനേ തന്നാനേ തന്നെ തന്നാന തന്നാനേ തന്നെ തന്നാന. ദാസേട്ടൻ എന്ന് പറയുന്ന ആ ഒരു പഹയൻ, ഓന്റെ പതിവ് രീതി തന്നെയാണ്. ഓൻ കള്ളു കുടിക്കാനാണ് ഷാപ്പിൽ വന്നെങ്കിലും ഓന്റെ കണ്ണ് ഓളുടെ പിൻഭാഗത്തായിരുന്നു. ഓനൊരു ക്ഷീണിതനായ കാമക്കടുവയെ പോലെ ആലസ്യത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അതായത് താരത്തിന്റെ, പ്രമുഖ നടിയുടെ അംഗലാവണ്യം നന്നായി ഓൻ ആസ്വദിക്കുകയാണ്. ആ ഒരു അംഗലാവണ്യത്തിൽ ഓൻ വിഭ്രംജിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു സുന്ദരിയെ എങ്ങനെയും സ്വന്തമാക്കണമെന്നുള്ളൊരു പൂതി ഓന്റെ മനസ്സിൽ കടന്നു കയറുന്നു. കണ്ടു ഞാൻ ആ കള്ളക്കുറുമ്പി കൊഞ്ചിക്കുഴയണ പെണ്ണാളെ, കണ്ണു രണ്ടും കാണുമ്പോൾ പെണ്ണിനെ പുള്ളിമ പോലെ അഴകുള്ളോളെ. കണ്ടു ഞാൻ ആ കള്ളക്കുറുമ്പി കൊഞ്ചിക്കുഴയണ പെണ്ണാളെ, കണ്ണു രണ്ടും കാണുമ്പോൾ പെണ്ണിനെ പുള്ളിമ പോലെ അഴകുള്ളോളെ. വെള്ളാരം കള്ളു ചെത്താൻ തെങ്ങിന്മേൽ കയറിയിരുന്ന ആ ഒരു പഹയന് ഓള് വയല് വരുമ്പോഴേ നടന്നു വരുന്നത് കണ്ട് ഓൻ പൊടുന്നനെ താഴെ ഇറങ്ങിയതിന് ശേഷം ഓൻ തന്റെ കാല് പൊക്കി താനൊരു കാമക്കടുവയാണെന്ന് ഓള് മനസ്സിലാക്കത്തക്കവണ്ണം ചില സിഗ്നലുകൾ നൽകിയാണ്. അതിനുശേഷം പിന്നീട് എന്താണ് ഉണ്ടായത്? അതേ, രണ്ടുപേരും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു കാമക്കേളിയിലേക്ക് പോകുന്ന, അതേ വെട്ടിമാറ്റി എന്ന് പറയുന്ന സീനുകൾ ഒന്നും വെട്ടിമാറ്റിയിട്ടില്ല. കാമക്കടുവയായി മാറുന്ന ദാസേട്ടനെയും പ്രമുഖ താരത്തെയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് പട്ടാപ്പകല് വയലിറമ്പത്ത് വെച്ച് തന്നെ കാമക്കടുവയായി മാറുന്ന താരങ്ങളാണെങ്കിൽ അല്ലാത്ത സമയങ്ങളിൽ ഓല അവസ്ഥ എന്താവും? വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. സുന്ദരി പെണ്ണെ തത്തം
തങ്കമ്മച്ചേലുള്ള ചുണ്ടല്ല നിന്റെ അന്തിക്ക് മിന്നാണ മിന്നാമിനും നിന്റെ വെള്ളി വെളിച്ചത്തിൽ നീ അഴകേ. നല്ലേറെ ദുഃഖകരമായ അവസ്ഥയാണ് പിന്നീടുണ്ടായത്. അതായത് പ്രമുഖ നടിയുടെ അച്ഛനായ കള്ള് കച്ചവടക്കാരനായ ഒരു പഹയൻ, ഓന് തന്റെ മകളെ ഒരു കള്ള് ചെത്തുകാരനായ ഒരു പഹയന്, ഒരു കൂറയില്ലാത്ത ഒരു പഹയനിക്ക് കെട്ടിച്ചു കൊടുക്കണമെന്ന് യാതൊരു ആഗ്രഹവുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കള്ള് കുടിക്കാനായി മറ്റൊരു സാമ്പത്തികമായി ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ഒരു പഹയൻ കള്ള് ഷാപ്പിൽ വരുന്നു. പരണ്ടും കുത്തിപ്പുഴുങ്ങി ചമ്മന്തി കൂട്ടിയടിക്കുമ്പോൾ നല്ല കള്ള് മുന്തിരി കള്ള് കൊണ്ടന്നരികിലിരുന്നവള്. കപ്പരണ്ടും കുത്തിപ്പുഴുങ്ങി ചമ്മന്തി കൂട്ടിയടിക്കുമ്പോൾ നല്ല കള്ള് മുന്തിരി കള്ള് കൊണ്ടന്നരികിലിരുന്നവള്. ആരും കൊതിക്കുന്ന നിന്റെ ഈ മേനിയിൽ എന്നെ മയക്കിലെ കൺമണിയെ, നിന്റെ ഈ മാറില ചേർന്നു മയങ്ങാൻ ഞാനും കൊതിച്ചില്ല പെൺകൊടിയെ ഞാനും. അതേ കള്ളുഷാപ്പി മുതലാളിയായ ഒരു പഹയന്റെ കണ്ണു വെട്ടിച്ച് രണ്ടുപേരും തങ്ങളുടെ ആഗ്രഹം, അതായത് താരത്തെ സ്വന്തമാക്കാൻ സാധിക്കത്തില്ലെന്ന് ഉറപ്പായ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന ഈ ഒരു പഹയൻ ഓനൊരു കാമക്കടുവയായി ഓന്റെ കാമ പൂർത്തീകരണം ആ ഷാപ്പിൽ വെച്ച് പട്ടാപ്പകൽ നടത്തുകയാണ്. സുഹൃത്തുക്കളെ, പട്ടാപ്പകൽ നടത്തുകയാണ്. എന്നാൽ പിന്നീടാണ് ഏറെ ദുഃഖമുളവാക്കുന്ന ഒരു സംഭവം നടന്നത്. എന്താണത്? അതേ തന്റെ അച്ഛന്റെ വാക്ക് കേട്ട് കാമുകനെ ഉപേക്ഷിച്ച് ആ ഒരു പഹയനെ സമ്പത്ത് നോക്കി കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യ രാത്രിയിൽ പാലുകൊണ്ടോള് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, അതേ തന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആ ഒരു പഹയൻ ഓനത് എക്സ്മാ സീരീസിന്റെ ഡയറക്ടറായിരുന്നു. ഓൻ മറ്റൊരു കള്ളഹിമാറുമായിട്ട് കാമക്കടുവയായി മാറാൻ ശ്രമിക്കുന്ന രംഗമാണ് കണ്ടത്. അത് കണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വലിയ ഷോക്കായി തന്റെ കള്ള് ഷാപ്പിലേക്ക് അച്ഛന്റെ അടുത്തേക്ക് നടന്നു പോകുന്ന പ്രമുഖ താരത്തെയാണ് കാണാൻ സാധിക്കുന്നത്. ഏറെ ദുഃഖകരമായ ഒരു പരിവസനമാണ് ആൽബത്തിനുണ്ടായിരിക്കുന്നത്. മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ആൽബത്തിൽ കമന്റുകളൊക്കെ വന്നിരിക്കുന്നത് വലിയ ദൃശ്യ ഭംഗിയോടുകൂടി നല്ലൊരു കഥ, നല്ലൊരു മെസ്സേജ് കൈകാര്യം ചെയ്തിരിക്കുന്നു എന്നാണ്. എന്നാൽ ഏറെ ദുഃഖകരമായ ഒരു സത്യം എനിക്ക് മനസ്സിലാവുന്നത്, ആൽബത്തിൽ പ്രധാനമായും കാമകേളികൾ, ഒപ്പം തന്നെ മദ്യാസക്തി, അതായത് യുവാക്കൾക്കും കുടുംബ പ്രേക്ഷകർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പരിപാടികളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഏറെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. ആൽബത്തിലെ എല്ലാ രംഗങ്ങളൊന്നും കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയുമധികം വൾഗറായിട്ടുള്ള രംഗങ്ങളാണ് മലബാർ പെട്ടിക്കട എന്ന് പറയുന്ന ചാനലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലൊരു ആൽബങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ടതുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക്, ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. ആരും കൊതിക്കുന്ന നിന്റെ ഈ മേനിയിൽ എന്നെ മയക്കിലെ കൺമണിയെ, നിന്റെ ഈ മാറില ചേർന്നു മയങ്ങാൻ ഞാനും കൊതിപ്പി കൊഞ്ചിക്കുഴയണ പെണ്ണാളെ.